ആണ് നമ്മൾ ആ തിയറത്തിൽ കണ്ടത്. എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട് ദാറ്റ് കമ്മ്യൂട്ട് വിത്ത് അൺപെർട്ടേബ്ഡ് ഹാമിൽട്ടോണിയൻ ആൻഡ് ദി പെർട്ടർബേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ എയ്ഗൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തിൻ്റെയും എയ്ഗൻ ഫങ്ഷൻസ് ആയിരിക്കും? അൺപെർട്ടേബ്ഡ് ഹാമിൽട്ടോണിയൻ്റെയും എയ്ഗൻ ഫങ്ഷൻസ് ആയിരിക്കും. ഓക്കെ, വിത്ത് ഡിഫറെൻറ്റ് എയ്ഗൻ വാല്യൂ. സോ അതാ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഗുഡ് സ്റ്റേറ്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ഗുഡ് അൺപെർട്ടേബ്ഡ് സ്റ്റേറ്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഈ ഒരു കേസിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ അങ്ങനെ ഒരു ഓപ്പറേറ്ററാണ് എന്ത്? പി, അതായത് മൊമെൻറ്റം ഓപ്പറേറ്റർ. ദാറ്റ് ഈസ് മൊമെൻറ്റം ഓപ്പറേറ്ററാണ് നമ്മുടെ എന്ത്? പെർട്ടർബേഷൻ എന്ന് പറയുന്നത്. HR' ഈസ് ആക്ച്വലി HR' എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് P⁴ ഡിവൈഡഡ് ബൈ ദിസ് കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് P⁴ എന്ന് പറയുന്ന ഓപ്പറേറ്ററുമായിട്ട്, അതായത് ഈ പെർട്ടർബേഷനുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ ഒരു ഓപ്പറേറ്ററാണ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ P⁴ commute with any angular momentum or P² commute with any angular momentum. And P⁴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P² × P² ആണ്. ഓക്കെ, ഈ P² എന്ന് വെച്ചാൽ എന്താണ്? PX × PY × PX + PY + PZ × PX അങ്ങനെയല്ല. സോ P⁴ ഈസ് P² × P². ഓക്കെ, ആൻഡ് P² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റൊട്ടേഷണൽ ഇൻവാരിയൻ്റ് ആണ്. ദിസ് P² ഈസ് റൊട്ടേഷണൽ ഇൻവാരിയൻറ്റ്. റൊട്ടേഷണൽ ഇൻവാരിയൻ്റ് എന്ന് വെച്ചാൽ P എടുത്തിട്ട്, P എന്ന് പറയുന്ന ഓപ്പറേറ്റർ എടുത്ത് അതിൻ്റെ സ്ക്വയർ കണ്ടു, ആൻഡ് ഇഫ് യു റൊട്ടേറ്റ് then you will get this same result. Okay, so it is rotational invariant operator ആണ് P² എന്ന് പറയുന്നത്. and this P² commute with any angular momentum. Okay, so I can write this as this operators എനിക്കിങ്ങനെ എഴുതാം. എന്താണ്? ആക്ച്വലി കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് P⁴ കമ്മ്യൂട്ട് വിത്ത് L², അതേപോലെ തന്നെ ഇറ്റ് ഈസ് കമ്മ്യൂട്ട് വിത്ത് LZ. ഓക്കെ, സോ ദാറ്റ് ഈസ് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് P² Li = 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഓപ്പറേറ്റർ ദിസ് L² ആൻഡ് ദിസ് LZ, ദീസ് ടു ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് വിത്ത് വാട്ട്? H0 എന്ന് പറഞ്ഞാൽ നമ്മുടെ അൺപെർട്ടേബ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ, അതായത് ഹാമിൽട്ടോൺ എന്താണ്? H = P² ഡിവൈഡഡ് ബൈ 2m പ്ലസ് എന്താണ്? I - E² ഡിവൈഡ് ബൈ 4πε0r. അതുമായിട്ടും കമ്മ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ പെർട്ടർബേഷൻ HR', ദാറ്റ് ഈസ് അവർ P⁴ ഇതുമായിട്ടും കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് വെച്ചിട്ട് ഇതിൻ്റെ എയ്ഗൻ ഫങ്ഷൻസ് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറി വെച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ഉപയോഗിക്കാം? നോൺ ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറി ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നോൺ ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് H' വിത്ത് റെസ്പെക്ട് ടു അൺപെർട്ടേബ്ഡ് സ്റ്റേറ്റ്. സോ ദിസ് En1 ഈസ് ഈക്വൽ ടു ബ്രാ ψn0 H' ket ψn0 ആണ്. ഓക്കെ, സോ ഇവിടെ ദ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ടു എനർജി ER1. ഓക്കെ, ദിസ് ഈസ് ER1 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ആക്ച്വലി ബ്രാ ψ0 HR' ket ψ0 ആണ്. അപ്പോൾ ഈ 0 എന്ന് പറയുന്ന നൊട്ടേഷൻ നമ്മൾ ഉപയോഗിച്ചത് അൺപെർട്ടേബ്ഡ് സ്റ്റേറ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ സൈ എന്ന് പറയുന്ന നൊട്ടേഷൻ, ψ0 സൈ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഹൈഡ്രജൻ്റെ
അൺപെർട്ടേബ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിന് സൈ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ആക്ച്വലി സൈ അല്ല, ശരിക്കും സൈ എൻ എൽ എം ഉണ്ട്, അത് നമ്മൾ മൈൻഡിൽ വെക്കണം. ഓക്കെ, സോ സൈ സീറോനെ സൈ എന്ന് പറഞ്ഞിട്ടാണ് ഇടുന്നത്. ഇത് ജനറൽ കേസ് ആയതുകൊണ്ട്. ഓക്കെ, ജനറലി ഹൈഡ്രജൻ മാത്രമല്ല, ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിനും നമുക്കിത് ഉപയോഗിക്കാം. സോ ഇറ്റ് ഈസ് represented as psi. Okay, so okay, so ER1, that is the first order correction to energy. Okay, first order correction to energy relativistic, അതാണ് R എന്ന് പറയുന്നത്. That is equal to brass psi HR prime get psi. That is expectation value of the perturbation HR prime. So substitute in equation 10. Equation 10 substitute ചെയ്ത് കൊടുക്കുക. അത് ഇക്വേഷൻ 10 എന്താണ്? -v⁴ ഡിവൈഡ് ബൈ 8m³ c² അല്ല, ആ വാല്യൂ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ ഈ കോൺസ്റ്റൻ്റ് ആണ്, ഇതിന് നമ്മൾ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് ഈ p⁴ എന്ന് പറയുന്ന ഓപ്പറേറ്റർ, അപ്പോൾ അതാണ് ഈ ബ്രാക്കറ്റിനകത്ത് വരുന്നത്. p⁴ നമുക്ക് എന്തെഴുതാം? p² × p² എന്ന് എഴുതാൻ പറ്റും. സോ അത് നമ്മൾ ഇട്ട് കൊടുക്കുക. സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നമ്മൾ സോൾവ് ചെയ്യുക. ദാറ്റ് ഈസ് ഈ p², ഓക്കെ, ദിസ് p² സൈഡിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ആക്ച്വലി എന്താണ് നമുക്കറിയാം, എച്ച് ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ കെറ്റ് സൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ സൈ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ സൈ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാലോ. സോ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനെന്താ എഴുതിയിട്ടില്ല, നിങ്ങളത് എഴുതി നോക്കുക, ഞാൻ പറയാം. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ എച്ച് ആക്ടിങ് ഓൺ കെറ്റ് സൈ, ദാറ്റ് ഈസ് എച്ച് സൈ ഈക്വൽ ടു ഇ സൈ ആണ്. സോ ഇവിടെ നമ്മുടെ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റിൻ്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p² ഡിവൈഡ് ബൈ 2m പ്ലസ് v ആണ്. ദാറ്റ് ഈസ് ആക്ടിങ് ഓൺ p² ഡിവൈഡ് ബൈ 2m പ്ലസ് v ആക്ടിങ് ഓൺ കെറ്റ് സൈ വിൽ ഗിവ് യു ഇ സൈ. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക അല്ലേ. 1/2m × p² ആക്ടിങ് ഓൺ കെറ്റ് സൈ പ്ലസ് v ആക്ടിങ് ഓൺ കെറ്റ് സൈ ഈക്വൽ ടു e × കെറ്റ് സൈ എന്ന് വരും. സോ എന്ത് നമുക്ക് കിട്ടും? 1/2m × p² കെറ്റ് സൈ ആണ്. ഇനെയും വിനെയും ഒരു സൈഡിൽ എഴുതാം. സോ e - v × കെറ്റ് സൈ എന്ന് നമുക്ക് വരും. ഈ ഒരു ടേമാണ് നമുക്ക് വരുന്നത്. e - v × കെറ്റ് സൈ എന്ന് നമുക്ക് കിട്ടും. p² സൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ p² സൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ e - v × കെറ്റ് സൈ ആണെന്ന് കിട്ടും. അത് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കി നോക്കൂ. വലിയ ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ അത് വെച്ചിട്ട് ഞാൻ ഇതിൽ ചേർക്കാൻ വിട്ടുപോയതാണ് PDF ആക്കിയപ്പോൾ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ p² ആക്ടിങ് ഓൺ കെറ്റ് സൈ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് e - v. രണ്ടെണ്ണം ഉണ്ടല്ലോ, ഇത് p² ആക്ടിങ് ഓൺ ബ്രാസ് ഐ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ബ്രാസ് ഐ ഉണ്ടായിരിക്കും. ഇത് കെറ്റ് സൈ ആണ്, കെറ്റ് സൈൻ്റെ ഉണ്ടായിരിക്കും. അപ്പം e - v × e - v × ബ്രാസ് ഐയും വരും, e - v × കെറ്റ് സൈയും വരും അല്ലേ. അപ്പോൾ രണ്ടും വരും. അത് കൂടാണ്ട് ഒരു 2m കൂടി ഉണ്ടായിരിക്കും. സോ ആ 2m × e - v ആണ് വരിക. അപ്പോൾ 2m × 2m then ഓൾറെഡി ഉള്ള ഈ ഒരു കോൺസ്റ്റൻറ്റും വരും. ഓക്കെ, സോ നമുക്ക് എന്തെഴുതാം? ഇതിന് ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഉത്തരം കിട്ടും. ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. ദാറ്റ് ഈസ് ഇതൊന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ER1 ദാറ്റ് ഈസ് എനർജി കറക്ഷൻ, റിലേറ്റിവിസ്റ്റിക് എനർജി കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് e - v ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ആണല്ലോ ദേ ഇക്വേഷൻ. സോ ആൻഡ് ER1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12ാമത്തെ ഇക്വേഷനായിട്ട് നമ്മൾ കൊടുക്കുക. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് e - v ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ e - v ദി ഹോൾ സ്ക്വയറിൽ അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാലോ. a² - 2ab + b² വെച്ചിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തോ? എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ സ്ക്വയറിനെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ദെൻ 2e × ഈ v എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലാണ് കേട്ടോ.
സോ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ പ്ലസ് വി പൊട്ടൻഷ്യലിൻ്റെ സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് കിട്ടി. ഓക്കെ, സോ എന്ത് ചെയ്യാൻ ഇക്വേഷൻ നമ്പർ 13 കൊടുക്കുക. അപ്പോൾ ഇവിടെ വി എന്നല്ലേ നമ്മൾ ഉപയോഗിച്ചത്, ഹാമിൽട്ടോണിയൻ ജനറൽ ആയിട്ടാണ് നമ്മൾ എടുത്തത്. പക്ഷെ നമ്മുടെ ഈ ഹൈഡ്രജൻ്റെ കേസിൽ എന്താണ് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് -c² ഡിവൈഡ് ബൈ 4πε0 r ആണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഫിയുടെ സ്ഥാനത്തും എക്സ്പെക്റ്റേഷൻ വാല്യൂ v² സ്ഥാനത്തും ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ. അപ്പോൾ അതാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തിരിക്കണോ, ഇതാണ്ടോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഓക്കെ, സോ എന്ത് വരും, ഇതാ ഈ കോൺസ്റ്റൻറ്റുകളെ പുറത്തേക്ക് എടുത്തു, കണ്ടില്ലേ, കോൺസ്റ്റൻറ്റുകളെ പുറത്തേക്ക് എടുത്തു. ദെൻ ഇവിടെ എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് 1/r പ്ലസ് ഇവിടെ എന്ത് വന്നു, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് 1/r² വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് കണ്ടുപിടിക്കണം. ഈ 1/r എന്താണ്, 1/r² എന്താണെന്ന് കണ്ടുപിടിക്കണം. ആക്ച്വലി ഞാൻ ആ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഏതൊരു പവർ ഓഫ് റേഡിയൽ ആണെങ്കിലും 1/r വന്നിട്ടുണ്ടെങ്കിലും അതെങ്ങനെ കാണുക എന്നുള്ളൊരു ലിങ്ക് ഉണ്ടായിരുന്നു, ഗൂഗിളിൽ നിന്ന് ഇട്ടതാണ് ആ ലിങ്ക്. അപ്പോൾ അത് വേണമെങ്കിൽ പോയി നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ വിരിയൽ തിയറം വെച്ചിട്ട് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്താൽ മതി. കുറച്ച് വലിയൊരു ഡെറിവേഷൻ ഇതിൽ ആവശ്യമില്ല, അത്രയും വലുതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 14 കൊടുക്കുക. ഇനി നമ്മൾ വിരിയൽ തിയറം വെച്ചിട്ടാണ് നമ്മളിത് ഈ 1/r എന്താണ് 1/r² എന്താണെന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, En എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് 2En വന്നില്ല, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർ എനർജിയാണ്. ഓക്കെ, കാരണം എന്താ, നമ്മൾ ആക്ച്വലി എന്ന് പറഞ്ഞിട്ടാണ് 2m × e - v എന്നായിരുന്നു അർത്ഥത്തിൽ വന്നത്. പക്ഷേ എന്താ ഇവിടെ En വരാൻ കാരണം, നമ്മൾ v എന്ന് പറയുന്നത് ആക്ച്വലി ഹൈഡ്രജൻ്റെ പൊട്ടൻഷ്യൽ എടുത്തു. അപ്പോൾ പിന്നെ En എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഹൈഡ്രജൻ്റെ അലൗഡ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ബോർ എനർജി ആണല്ലോ. അപ്പോൾ അതാണ് നമ്മൾ En എന്ന് പറഞ്ഞിട്ട് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, മറ്റേത് തൊട്ട് മുന്നത്തെ ഇക്വേഷൻ ജനറൽ കേസ് ആയിട്ടാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഹൈഡ്രജൻ്റെ സ്പെസിഫൈ ചെയ്തപ്പോൾ ഇവിടെ En കയറി വന്നു, ഈ പൊട്ടൻഷ്യലിൻ്റെ സ്ഥാനത്ത് e² ഡിവൈഡ് ബൈ 4πε0 r കയറി വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ 1/r 1/r² എക്സ്പെക്റ്റേഷൻ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതിന് നമ്മൾ വിരിയൽ തിയറമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ എന്താണ് ഇവിടെ 2 × എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് t ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് r.Δv എന്ന് പറയുന്നതാണ് നമ്മുടെ 3 ഡയമെൻഷണൽ വിരിയൽ തിയറം. ഓക്കെ, സോ അതിൽ v of r എന്താണ് -c² ഡിവൈഡ് ബൈ 4πε0 × 1/r ആണ്. അപ്പോൾ ഞാൻ ΔV കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുക. അപ്പോൾ ഇതേ സാധനം ഉണ്ടാവും ഇൻറ്റു -1/x², അതായത് -1/r² ഇൻറ്റു എന്തുണ്ടാവും, ഒരു r കൂടി ഉണ്ടായിരിക്കും അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യണം, അതിന് r.Δv കാണുക. അപ്പോൾ ഇവിടെ r × r ഡോട്ട് ഈ ഒരു ഇത്, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ദിസ് r ഗെറ്റ് ക്യാൻസൽഡ്, r.r 1 ആണ്, ഐ മീൻ r.r 1 ആണ്. അപ്പം r.Δv എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ e² ഡിവൈഡ് ബൈ 4πε0 r വന്നു. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയിരുന്നെന്നുണ്ടെങ്കിൽ അത് ഐ മീൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇവിടെ പ്ലസ് അല്ലേ, അപ്പോൾ ഇത് നെഗറ്റീവ് ഓഫ് ദി പൊട്ടൻഷ്യലാണ് r.Δv എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് -v എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതിനെ 15A നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് r.Δv എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -v ആണ്, അതായത് എക്സ്പെക്റ്റേഷൻ വാല്യൂ കൂടി വരും. സോ 2 എക്സ്പെക്റ്റേഷൻ വാല്യൂ t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -Δv ആണെന്ന് കിട്ടി. അതിന് 15B എന്ന് ഇക്വേഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂ t പ്ലസ് v ഇസ് ഈക്വൽ ടു En ആണ്. ഫ്രം 15B എന്ത് എഴുതാം, t പ്ലസ് v ഇസ് ഈക്വൽ ടു En ആണ്. അപ്പോൾ വിയുടെ വാല്യൂ എന്താണ് ആക്ച്വലി, v എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2t ആണല്ലോ. ഇതിനെ പ്രത്യേകം കൊണ്ടുപോയാൽ മതി, അതിനെ പ്രത്യേകം കൊണ്ടുപോയി കഴിഞ്ഞാൽ നെഗറ്റീവ് വരും. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 15B എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ t എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എഴുതി, വിയുടെ സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാം, ഈ 2t ആണെന്ന് എഴുതാൻ പറ്റും. സോ അത് എഴുതുക, ഈസ് ഈക്വൽ ടു En ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു En. ദെൻ 2t ഇതെന്ന് വരുമ്പോൾ നെഗറ്റീവ് വരും, -t ഈസ് ഈക്വൽ ടു En ആണെന്ന് വരും. ഇക്വേഷൻ നമ്പർ 15C ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഈ t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 15ാമത്തെ ഇക്വേഷൻ 2t ഈസ് ഈക്വൽ ടു -v ആണെന്നുണ്ടെങ്കിൽ t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ അതായത് -v/2 എന്നല്ലേ വരിക. സോ ഇവിടെ ടിയുടെ സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതി കൊടുക്കാം, ഇവിടെ -tയുടെ സ്ഥാനത്ത്
എക്സ്പെക്റ്റേഷൻ വി ഡിവൈഡ് ബൈ 2, ഈ 15 ബി തന്നെ എഴുതിയ കാര്യമാണത്. സോ പ്ലസ് വി ബൈ 2 ഈസ് ഈക്വൽ ടു ഇ എന്ന് വരും. ഫ്രം ദിസ് ദാറ്റ് ഈസ് എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈംസ് ഇ എൻ ആണെന്ന് വരും. അതിനെ 15 ഡി ആയിട്ട് കൊടുക്കുക. ഓക്കെ, 15 ഡി. ഇനി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഈ എക്സ്പെക്റ്റേഷൻ വി കാണണം അല്ലേ, ഈ എക്സ്പെക്റ്റേഷൻ വി കാണണം. സോ ദാറ്റ് ഈസ് മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4πε0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ എൻ ഈസ് ഈക്വൽ ടു ഇ എൻ നമുക്കറിയാം. സോ this expectation v is equal to actually വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റേഷൻ ആയതുകൊണ്ട് ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് 1/r വരും. ഇപ്പുറത്ത് ഇ എൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഇക്വേഷനാണ്. സോ ഇവിടെ -2 ഇ എൻ ആണ്, -2 ഇൻറ്റു ഇ എൻ, ഈ ഇക്വേഷൻ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ 2ഉം 2ഉം ക്യാൻസലായിപ്പോയി, നെഗറ്റീവുകൾ ക്യാൻസലായിപ്പോയി. അങ്ങനെ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? 1/r എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് കേട്ടോ. എക്സ്പെക്റ്റേഷൻ വാല്യൂ 1/r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ me⁴ കിട്ടുന്നുണ്ടോ നോക്കൂ. me⁴ me² ഡിവൈഡ് ബൈ 4πε0 h കട്ട് സ്ക്വയർ ഇൻറ്റു 1/n² ആണ് കിട്ടി. സോ ഇതെന്താണ് ആക്ച്വലി ഈ ഒരു ടേം? ഇതാണ് നമ്മുടെ ബോർ റേഡിയസ് 4πε0 h കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ me² എന്ന് പറയുന്നതാണ് ബോർ റേഡിയസ് എ. സോ അതിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1/a ആണ് വരിക, ഇൻറ്റു n² എന്ന് പറയുന്നതാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് 1/r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഇക്വേഷനിൽ, ഈ 14ാമത്തെ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക വേണ്ടത്. അപ്പോൾ 1/r മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ഇതുപോലെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം. ഈ 1/r² എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് 1/r² കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 1/r² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ l+12n³ a² ആണെന്ന് കിട്ടും. സോ അത് രണ്ടും കൂടി നമ്മുടെ 14ാമത്തെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ 16 കിട്ടും. ഓക്കെ, ഇനി ഇതിലെന്ത് ചെയ്യാണ്? എ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടല്ലോ, 1/n²a. അതേപോലെ ഇവിടെ a². ഇതിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് എയുടെ വാല്യൂ, അതായത് ഇറ്റ് ഈസ് 4πε0 h കട്ട് സ്ക്വയർ me² ആണല്ലോ, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഈ n² സ്ഥാനത്ത് n² അല്ല, എയുടെ സ്ഥാനത്ത് ഇവിടെ പുട്ട് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ a² സ്ഥാനത്തും നമ്മളിവിടെ പുട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ്? -m ഡിവൈഡ് ബൈ 2h കട്ട് സ്ക്വയർ ഈ ടേമാണ്. അപ്പോൾ അത് ഇതിൽ വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ടേം ഇവിടെ പുറത്ത് എന്തുണ്ട്? -1/2m c² ഉണ്ട് ആക്ച്വലി. ഇനി അതുകൂടാതെ en², ഈ en² നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ദെൻ അതുകൂടാതെ -2en, ഇവിടെ ഒരു -2n ഉണ്ട്, അതിവിടെ കിട്ടി. ഇനി ബാക്കി എന്താണുള്ളത്? e² ഡിവൈഡ് ബൈ 4πε0 ദി ഹോൾ സ്ക്വയർ ഉണ്ട്. ഇവിടെ ഒരു e² ഉണ്ട്, നോക്കൂ, ഇവിടെ e² ഉണ്ട്, e² അപ്പോൾ e² ഡിവൈഡ് ബൈ ഇവിടെ 4πε0 ഉണ്ട്, ഇവിടെ 4πε0. ഇപ്പോൾ e² ഡിവൈഡ് ബൈ 4πε0 ഹോൾ സ്ക്വയർ വന്നു അല്ലേ. പിന്നെ അത് കൂടാണ്ട് എന്തുണ്ട്? ഒരു m ഉണ്ട്, ദെൻ 2h കട്ട് സ്ക്വയർ. അപ്പോൾ ഇവിടെ h കട്ട് സ്ക്വയർ ഉണ്ട്, പക്ഷേ 2 ഇല്ല. അപ്പോൾ നമ്മളൊരു ഇൻറ്റു 2 ചെയ്യുക, ബൈ 2 ചെയ്യുക ഇവിടെ അങ്ങനെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ എഗെയിൻ ഒരു 2en, ഈ ഒരു 2 ഉണ്ടല്ലോ, 2en വരും. നിങ്ങൾ ആ ടേം അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലയെന്ന് നോക്കുക. ഓക്കെ, ദെൻ മൈനസ് അടുത്തതും ഇതേപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യാം. en ഓൾറെഡി ഉണ്ടാവും. അടുത്ത ടേം -en ഡിവൈഡഡ് ബൈ l+12. l+12 n മാത്രമേ വരുള്ളൂ, n³ നമ്മൾ enലേക്ക് ചെന്നിട്ടുണ്ടാവും. അത്
ദെൻ ബാക്കി നമുക്ക് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4πε0 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 1/√² എം എല്ലാ ടേമുകളും ഉണ്ടാവും. അപ്പോൾ ഇതിന് നമുക്ക് എന്തിൻ്റെ ഫോമിൽ എൻ്റെ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പിലൊരു n/n വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ 2ഉം ഇൻറ്റു ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെയും കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഫോമിൽ എഴുതാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകൾ മാത്രമാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2m c². ഓക്കെ, ഇങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കൂ. en ദാറ്റ് ഈസ് ഇവിടെ മൈനസ് ബ്രാക്കറ്റിനകത്ത് -3en² പ്ലസ് 2 × 2 ആണ്. ഓക്കെ, n(en²) ഡിവൈഡ് ബൈ l+12 എന്ന് കിട്ടും. സോ അഗെയിൻ എന്താണ്, en² പുറത്തേക്ക് എടുത്തു. സോ en² ഡിവൈഡഡ് ബൈ 2mc² ഇൻറ്റു -3 ഉണ്ടായിരിക്കും. ഓക്കെ, എന്താ -3 ഇൻറ്റു ദെൻ ഈ 2 4 4n ഡിവൈഡ് ബൈ l+12 എന്നാണ് വരിക. സോ നമ്മുടെ ER1 ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഓർഡർ കറക്ഷൻ, റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ ടു എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി -en² ഡിവൈഡഡ് ബൈ 2mc² ഇൻറ്റു 4n ഡിവൈഡഡ് ബൈ l+12 -3 ആണെന്ന് വരും. ഓക്കെ, സോ ആക്ച്വലി എന്താണ്, ദിസ് ഈസ് ദി റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ. ഓക്കെ, this is the relativistic correction which is smaller than En, because എന്താണ് EN-ൻ്റെയും കാട്ടിലും ചെറുതാണ് റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ. കാരണം എന്താ, നെഗറ്റീവ് സൈൻ അല്ലേ വരുന്നത്, പിന്നെ സ്മോളർ ആയിരിക്കുമല്ലോ. നെഗറ്റീവ് ഓഫ് en² എന്ന് പറയുമ്പോൾ EN-ൻ്റെ കാട്ടിലും സ്മോളറാണ് എന്ന് നമുക്ക് കിട്ടും. ഗ്രൗണ്ട് സ്റ്റേറ്റിന് ഞാനിതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ n = 1 അല്ലേ വരിക. അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ടായിരിക്കുമല്ലോ. എന്താ, -9.056 ഇൻറ്റു 10⁻⁻⁴ ഇലക്ട്രോൺ വോൾട്ടാണ് ER1 ഫസ്റ്റ് ഓർഡർ കറക്ഷൻ, റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ വരിക. പക്ഷേ നമ്മുടെ ബോർ എനർജി ഗ്രൗണ്ട് സ്റ്റേറ്റ് നോക്കുക വെച്ചത് വെറും അത് -13.6 ആണ് വരുന്നത്. പക്ഷേ ഇതെന്താണ്, ഇൻറ്റു 10⁻⁻⁴ ഉണ്ട്. അപ്പോൾ ഇത് കുറവാണ് അല്ലേ. ER എന്ന് പറയുന്നത് EN-നെക്കാട്ടിലും കുറവാണ്. ഓക്കെ.